പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സർവകാല റെക്കോർഡുകൾ തകർത്ത ഓഹരി വിപണിയും സ്വർണ്ണവിലയും. ബോംബെ ഓഹരി സൂചിക 75,000 പോയിന്റ് ഭേദിച്ചു. ദേശീയ ഓഹരി വിപണി 22,600 മുകളിൽ തന്നെയാണ്. സംസ്ഥാനത്ത് സ്വർണ്ണവില പവന് 80 രൂപ കൂടി 52,600 രൂപയായി. 2024 തുടങ്ങിയതിനു ശേഷം നിരവധി തവണയാണ് വിപണികൾ റെക്കോർഡ് തിരുത്തിയത്. കഴിഞ്ഞ മാസം 6-നായിരുന്നു സെൻസെക്സ് 74,000 കടന്നത്. വെറും ഒരു മാസത്തിലാണ് നിക്ഷേപകരുടെ ആസ്തിയിൽ വമ്പൻ വർധന വരുത്തിക്കൊണ്ട് സെൻസെക്സ് 1000 പോയിന്റ് മുന്നേറ്റം നടത്തിയത്. 1990-ൽ 1000 പോയിന്റായിരുന്ന വിപണിയാണ് 30 വർഷങ്ങൾക്കിപ്പുറം 75,000 പോയിന്റ് എന്ന ചരിത്ര നേട്ടം കുറിച്ചത്. ബോംബെ ഓഹരി സൂചികയിൽ ആസ്തി 400 ലക്ഷം കോടി കടന്നതും കഴിഞ്ഞ ദിവസമാണ്. ഇന്ത്യയിൽ NDA തുടർഭരണത്തിലെത്തുമെന്ന പ്രതീക്ഷയാണ് ഈ ദിവസങ്ങളിൽ വിപണിയുടെ ചാലകശക്തി. അമേരിക്കൻ വിപണികളിലെ ഉണർവും മികച്ച 4ാം പാദ ഫലങ്ങളും ചേർന്നപ്പോൾ റെക്കോർഡിലേക്ക് കുതിക്കുകയായിരുന്നു. ഏപ്രിൽ ആരംഭിച്ചതിനു ശേഷം 5 തവണയാണ് സ്വർണ്ണവില റെക്കോർഡ് ഭേദിച്ചത്. പുത്തൻ സാമ്പത്തിക വർഷത്തിലെ 9ാം ദിവസമാകുമ്പോഴേക്ക് സ്വർണ്ണവില പവന് 1,720 രൂപയുടെ വർധനയാണ് രേഖപ്പെടുത്തുന്നത്. ഒരു പവൻ ആഭരണ രൂപത്തിൽ വാങ്ങുമ്പോൾ പണിക്കൂലിയും 3% GSTയും ചേർത്ത് 60,000 രൂപയോളം നൽകേണ്ടിവരും. അമേരിക്കയിൽ പലിശ നിരക്ക് കുറച്ചേക്കുമെന്ന വാർത്തയാണ് സ്വർണ്ണവിലക്കയറ്റത്തിന് പ്രധാന കാരണം. ചൈനയിൽ സ്വർണത്തിന് ഡിമാൻഡ് കൂടിയതും രാജ്യാന്തര വിപണിയിൽ സ്വർണ്ണവില കൂട്ടാനിടയാക്കിയിട്ടുണ്ട്. ഉത്സവ വിവാഹ സീസണിലെ വിലക്കയറ്റം ഉപഭോക്താക്കൾക്ക് തിരിച്ചടിയാകുമെങ്കിലും നിക്ഷേപമെന്ന നിലയിൽ സ്വർണം വാങ്ങുന്നവർക്ക് നേട്ടമാകുമെന്ന് വിദഗ്ധർ പറയുന്നു. ബിസിനസ് ഡെസ്ക് 24.